ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കണ്ടൻസ്ഡ് മിൽക്ക് അഥവാ നമ്മളുടെ സ്വന്തം മിൽക്ക് മെയ്ഡ്. അപ്പോൾ നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വലിയ ചിലവോ കാര്യങ്ങളൊന്നുമില്ലാതെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. നമ്മുടെ വീട്ടിൽ ഈ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പുഡിങ് ഡെസേർട്ടൊക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അതിലൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ഈ കണ്ടൻസ്ഡ് മിൽക്ക്. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ കണ്ടൻസ്ഡ് മിൽക്ക് സത്യം പറയാന്ന് വെച്ചാൽ എനിക്കിതുവരെ അറിയില്ലായിരുന്നു. ഞാൻ നോർമലി മിൽക്ക് മെയ്ഡ് എന്ന് പറഞ്ഞ് ശീലിച്ച് അത് വെറും ഒരു ബ്രാൻഡ് നെയിമാണെന്നുള്ളത് എനിക്ക് ഇന്നാട്ടോ മനസ്സിലായത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. നമ്മുടെ മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കാൻ ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് 100 ഗ്രാമിൻ്റെ ബട്ടറാണ്. പിന്നെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം. ഇത്രയാണ് നമുക്ക് മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കാൻ വേണ്ടത്. ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പഞ്ചസാര ഇട്ടു. ഇനി നമുക്ക് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മളുടെ ബട്ടറും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മളുടെ ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം കേട്ടോ. നമ്മൾ അപ്പോൾ നമ്മളുടെ കണ്ടൻസ്ഡ് മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒഴിക്കാം. ഇത് കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി കട്ടി കൂടും കേട്ടോ. നമുക്ക് നമ്മുടെ മിൽക്ക് മെയ്ഡ് എങ്ങനെയുണ്ട് എന്ന് നോക്കാം. കണ്ടൻസ്ഡ് മിൽക്ക്. ഓക്കെ, നല്ല ഇത് കേട്ടോ. ശരിക്കും നമ്മൾ മിൽക്ക് മെയ്ഡ് ബ്രാൻഡ് സാധനം വാങ്ങിയിട്ട് കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ കേട്ടോ, ഒരു മാറ്റമില്ല. അതുപോലെ തന്നെ ഞാനിതിൽ വേറെ പ്രത്യേക കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 1 കപ്പ് പഞ്ചസാരയും 1 കപ്പ് പാൽപ്പൊടിയും അതുപോലെ തന്നെ 1 കപ്പ് 1 ഗ്ലാസ് ചൂടുവെള്ളം, ഇതൊക്കെയാണ് ഞാൻ ആദ്യം എടുത്തിരുന്നത്. അപ്പോൾ ഇത് അടിച്ചതിന് പിന്നെ അതുപോലെ തന്നെ ഒരു 100 ഗ്രാമിൻ്റെ ബട്ടറും. അപ്പോൾ ഇത് അടിച്ചതിന് ശേഷം കുറച്ച് ലൂസായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ക്വാണ്ടിറ്റി കുറച്ച് കൂടി, വെള്ളത്തിൻ്റെതും മറ്റു കാര്യങ്ങൾക്ക് ക്വാണ്ടിറ്റി കുറച്ച് കൂടിപ്പോയി. അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കപ്പ് കൂടി പാൽപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ അതിന് ശേഷമാണ് ഈ കട്ടി ലെവലായത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 1/2 കപ്പ് വെള്ളം എടുക്കുന്നെങ്കിൽ 50 ഗ്രാമിൻ്റെ അര ഗ്ലാസ് വെള്ളത്തിൽ 50 ഗ്രാമിൻ്റെ ഇത് മതി കേട്ടോ, ബട്ടർ മതി. പിന്നെ അതുപോലെ തന്നെ 1 കപ്പ് പാൽപ്പൊടി, 1/2 കപ്പ് പഞ്ചസാര, ഇത്രയും മതി. അതെല്ലാം നമ്മൾ 1 കപ്പ് പഞ്ചസാര എടുക്കുന്നെങ്കിൽ 2 കപ്പ് പാൽപ്പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 100 ഗ്രാമിൻ്റെ ബട്ടർ, പിന്നെ അതുപോലെ തന്നെ 1 ഗ്ലാസ് വെള്ളം. ഈ ഒരു കണക്കിലാണ് വേണ്ടത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് വന്നൊരു മിസ്റ്റേക്കാണ്. അതുകൊണ്ട് ഞാൻ രണ്ടാമത് 1 കപ്പ് കൂടി പാൽപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഇത് റെഡിയായത്, ഇതിൻ്റെ ഒരു കട്ടിയും കാര്യങ്ങളൊക്കെ റെഡിയായത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ബാക്കി എന്താ പറയുക, ഓവറോൾ അടിപൊളിയായിട്ടുണ്ട്. സെയിം നമ്മൾ പീടികയിൽ നിന്ന് വാങ്ങുന്ന സെയിം ടേസ്റ്റാണ്, ഒരു മാറ്റമില്ല. അപ്പോൾ നമ്മളെ വീട്ടിൽ എന്താ പറയുക, നമ്മളെ പുഡിങ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ, സ്വീറ്റ്സ് പല കാര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയ മിൽക്ക് മെയ്ഡ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഈ മിൽക്ക് മെയ്ഡ് എന്ന് പറഞ്ഞ് ശീലിച്ച് ഇപ്പോൾ അതേ വരുന്നുള്ളൂ. കണ്ടൻസ്ഡ് മിൽക്ക് പറയാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ശരി, ഓക്കെ, ബൈ.